ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും തഖ്വ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങിയാലേ അതിന് നിലനിൽപ്പുള്ളൂ, ദീർഘായുസുള്ളൂ എന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു വിഷയം അല്ലാഹ് ശറഅാക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരുപാട് നല്ല നല്ല ലക്ഷ്യങ്ങൾ സർവശക്തനായ അള്ളാഹുവിനിക്കുണ്ട്. പക്ഷേ ആ റിസൾട്ട് വേണ്ട പോലെ കാണാതിരിക്കലെപ്പോഴാ? നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യുമ്പോഴാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹ് എന്ന് പറയുന്ന നല്ല ഒരു സിസ്റ്റം നടപ്പിലാക്കിയത് ലിതസ്കുനു ഇലൈഹ, ദാമ്പത്യ ജീവിതത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്ക്, ഇണകൾക്ക് പരസ്പരം സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ പെണ്ണെട്ടിയിട്ട് സമാധാനം ഉള്ളവരെക്കാളും ഇല്ലാത്തവരാ കൂടുതൽ. ആ റിസൾട്ട് പുറത്ത് കാണുന്നില്ല. അല്ലെങ്കിൽ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ്, നിക്കാഹിന് മുമ്പ് നിങ്ങൾ പെണ്ണിനെ പോയിട്ട് കാണണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞല്ലോ, അത് സുന്നത്താണ്. എന്തിനാ കാണാൻ വേണ്ടി പറഞ്ഞത്? അതിൻ്റെ കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഹ്റാ അൻ തഅദുമ ബൈനകുമാ, വിവാഹത്തിന് മുമ്പ് നിങ്ങൾ പെൺകുട്ടിയെ കണ്ടാൽ അത് നിങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിർത്തും, ദീർഘകാലം നിലനിർത്തും എന്നാ പറഞ്ഞത്. പക്ഷേ പെണ്ണിട്ടിട്ട് സ്നേഹവും ഐക്യവും ദീർഘകാലം മാർക്കാ നിലനിൽക്കുന്നു? എൻ്റെ ഉസ്താദ് പറയുന്നുണ്ട്, തുടക്കത്തിൽ ചക്കരയും പിന്നെ കൊപ്പരയും. പെണ്ണിട്ടി കുറച്ചു കാലം ചക്കര പോലെ ഉണ്ടാവും, പിന്നെ കൊപ്പര പോലെയാവും. അപ്പോൾ കുറച്ചു കാലം സ്നേഹം, പിന്നെ ഇത് നിലനിൽക്കാതെ പോകുന്നു, ഇതിന് ദീർഘായുസില്ലാതായി പോകുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ തുടക്കം ശരിയല്ലായിട്ടാ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, പള്ളി ഉണ്ടാക്കുമ്പം വരെ തഖ്വ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ പള്ളിയിലാ നിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്നാണ് അല്ലാഹു തആല നബി തങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ദുരുദ്ദേശത്തോടുകൂടെ മുനാഫിക്കീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോൾ അതിനെ തകർത്തെറിയാൻ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തഖ്വ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ മസ്ജിദ് ഖുബ ഉണ്ട് നബിയെ, തങ്ങൾ അവിടെ പോയി നിസ്കരിച്ചാൽ മതി. എന്താ അത് സൂചിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി ഉണ്ടാക്കുമ്പം വരെ മനുഷ്യന് നല്ല നിയ്യത്തില്ലെങ്കിൽ അത് തകർത്തെറിയണം, അതിന് നിലനിൽപ്പില്ല എന്നാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന കുല്ല ശൈഇൻ ഉബ്തുദിഅ ബിനിയ്യത്തി തഖ്വല്ലാഹി വൽ ഖസ്ദി ലിവജ്ഹിഹിൽ കരീം ഫഹുവല്ലദീ യബ്ഖാ വയസ്അദു ബിഹി സാഹിബു. തഖ്വ അടിസ്ഥാനപ്പെടുത്തി പടച്ച റബ്ബിന്റെ പൊരുത്തം കരുതി കൊണ്ടുണ്ടാക്കിയതിന് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. അങ്ങനെ ആര് പ്രവർത്തിക്കുന്നുവോ അവർക്ക് മാത്രമേ വിജയമുള്ളൂ. എൻഗേജ്മെന്റിന്റെ പേരിൽ പെണ്ണ് കാണാൻ പോകുന്ന ദിവസം ഒന്ന്, കല്യാണ തലേന്നൊന്ന്, കല്യാണ പാർട്ടിയിലൊന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ താളം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിരവധി ഹറാമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഇത്തരം നല്ല നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂട്ടിക്കുഴച്ചപ്പോൾ റിസൾട്ട് പുറത്തു വരുന്നില്ല, ബറക്കത്തില്ല, വിജയമില്ല, അതിന് നിലനിൽപ്പില്ലാതെയായി പോയി. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അള്ളാഹ് ഹലാലാക്കി എന്തെല്ലാം ഉണ്ട്. അല്ലാഹു തആല നമ്മളെ ദീൻ വെച്ചിട്ട് കുടുസാക്കിയതല്ല, നമുക്ക് വിശാലത ചെയ്തു തന്നതാണ്. പക്ഷേ ഹലാലുകൾ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഹറാമിലേക്ക് നീങ്ങിപ്പോയി. ഒരു മനുഷ്യൻ ഒരു വട്ടം പെണ്ണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ നീ കാണണ്ടെന്ന് അള്ളാഹു പറഞ്ഞില്ല. നമ്മളെ ഫിഖിന്റെ കിതാബിന്റെ നിയമം എന്താ? മിൻഹാജിൽ തന്നെ ഇമാം പറഞ്ഞു, വലഹു തക്രീറു നദരിഹി. ഒരു വട്ടം പെണ്ണ് കണ്ടു, പെണ്ണ് കണ്ടിട്ട് അവനിക്ക് വേണ്ട പോലെ ആയില്ല, എന്നാൽ ആവർത്തിച്ചു നോയിക്കോട്ടെ. വലൗ അക്സറ മിൻ സലാസ, ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ കൂട്ടിക്കൊടുത്തു, നിനക്ക് 3 വട്ടം കണ്ടിട്ടും പെണ്ണിന്റെ സൗന്ദര്യം വേണ്ട പോലെ ഇഹാത്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ 3-ൽ കൂടുതൽ തവണ നീ നോക്കിക്കോ. മുഖം മാത്രം നോക്കിയത് കൊണ്ട് നിർത്തണ്ട. 2 കൈയുടെ ഉൾഭാഗവും പുറം ഭാഗവും നോക്കുന്നത് സുന്നത്താ. എന്തിനാ? കൈയും കൂടി നോക്കാൻ വേണ്ടിയിട്ട് ശറഅ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, കൈ എന്നത് ലിദ്ദലാലത്തി അലാ ഖിസ്ബിൽ ബദൻ, മുഖം നോക്കിയാൽ ചിലപ്പോൾ സൗന്ദര്യം മനസ്സിലാവുള്ളൂ, പക്ഷേ പെണ്ണിന്റെ ശരീരം ആരോഗ്യമുള്ളതാണോ അല്ലേ, ശരീരത്തിനിക്ക് എത്ര പുഷ്ടിയുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ കൈയും കൂടി നോക്കേണ്ടി വരും. അതും കൂടി മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നീ കെട്ടിക്കോ. ഇനി പെണ്ണ് ചിലപ്പോ നിന്നെ മേക്കപ്പ് ഇട്ടിട്ട് പറ്റിക്കാൻ സാധ്യത ഉണ്ടെങ്കിലോ, നീ ആ പെണ്ണ് അറിയാതെ വേണമെങ്കിൽ നോക്കിക്കോ. അതിന് വരെ ഇസ്ലാം അനുവാദം തന്നില്ലേ? പെൺകുട്ടി മേക്കപ്പ് ഇട്ടിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ നിന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിലാ നീ പെണ്ണ് അറിയാതെ പെണ്ണിനെ പോയി നോക്കിക്കോ. അതിന് വരെ ഇസ്ലാം അനുവാദം തന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഹലാലായതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അതിനു പുറമെ ഹറാമിലേക്ക് പോവല. പണ്ഡിതന്മാർ പെണ്ണ് കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദൂനൽ മസ്, തൊടാൻ പാടില്ല.
നിനക്ക് കണ്ടിട്ട് റാഹത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ പെങ്ങന്മാരെയും ഉമ്മാനെയും പറഞ്ഞേച്ചോ, അവർ വന്നിട്ട് വേണമെങ്കിൽ പെണ്ണിന്റെ കൈ തൊട്ടിട്ട് എങ്ങനെയുണ്ട് നിനക്ക് വിശേഷിപ്പിച്ചു തരട്ടെ. അതേസമയം നീ തൊടാൻ പാടില്ല. പിന്നെ എങ്ങനെയാ എൻഗേജ്മെന്റിന്റെ അന്ന് പുതിയാപ്പള പെൺകുട്ടിന്റെ കയ്യിലേക്ക് മോതിരിട്ട് കൊടുക്കുന്നു? തൊടലല്ലേ, ഹറാമല്ലേ അത്? ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നുണ്ട്, ലഅൻ യുത്അന ഫീ റഅസി അഹദികും ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ മിൻ അൻ യമുസ്സ ഇംറഅതൻ ലാ തഹില്ലു ലക. നിനക്ക് ഹലാലല്ലാത്ത ഒരു പെണ്ണിനെ നീ തൊടുന്നതിനേക്കാൾ നിന്റെ തലയിലേക്ക് ആരെങ്കിലും കമ്പിപ്പാര അടിച്ചു കയറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കമ്പിപ്പാര അടിച്ചു കയറ്റുമ്പോഴുള്ള വേദന സഹിക്കുന്നതിനേക്കാളും വേദന സഹിക്കലാണ് പോലും ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എൻഗേജ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് ഒരു അന്യപ്പെണ്ണിനെ തൊടുന്നതിന്റെ വിധിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? സാധാ ഒരു ബന്ധമില്ലാത്ത ഒരു അന്യപ്പെണ്ണിനെ തൊടുന്നതിന് കിട്ടുന്ന എന്തെല്ലാം ശിക്ഷ ഉണ്ടോ അതെല്ലാം വിവാഹത്തിന് മുമ്പ് തൊടുന്നവനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന. പിന്നെ എങ്ങനെയാ തൊടാനുള്ള അവസരം നമുക്കുണ്ടാകും? കാണുമ്പം തന്നെ വെറും മുഖവും കയ്യും മാത്രം കാണാനാ വേണ്ടി പറഞ്ഞ. അപ്പൊ അവിടെ ഒരു ചർച്ചയുണ്ട്. ഒരാൾ കയ്യും മുഖവും കാണാൻ വേണ്ടി പോകുമ്പോൾ മറ്റൊരു ഭാഗങ്ങളും കൂടി നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, ഒന്നിരിക്കൽ പെണ്ണ് സ്കാഫാക്കട്ടെ, അപ്പൊ പിന്നെ പെണ്ണിന്റെ മുഖം മാത്രമല്ലേ കാണുള്ളൂ, കഴുത്തും കാലൊന്നും കാണാനില്ലല്ലോ. ഇനി സ്കാഫ് ആക്കിയിട്ടില്ലെങ്കിലും ഇവൻ നോക്കുമ്പോൾ മുഖവും കയ്യും മാത്രമേ നോക്കുള്ളൂ. പെണ്ണ് സ്കാഫൊന്നും ആക്കിയിട്ടില്ല, കഴുത്തൊക്കെ കാണുന്നുണ്ട്, എന്നാലും ഓന് അള്ളയും റസൂലും പറഞ്ഞത്ര മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാ ഓൻ അത് മാത്രം നോക്കിക്കോട്ടെ. അതേസമയം വൈദാ അലിമ അന്നഹു മതാ നളറ ഇലൈഹാ നളറ ഇലാ ഗൈരിഹാ ഹറുമൻ നളറു. മുഖം നോക്കിയാൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കൗത്തും പെരടിയും പല ഭാഗങ്ങളും അവൻ നോക്കിയേക്കും എന്ന ധാരണയുണ്ടെങ്കിൽ അവനിക്ക് പെണ്ണ് കാണാനുള്ള സുന്നത്ത് തന്നെയില്ല. മറിച്ച് അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ഏതെങ്കിലും ഉമ്മാനെയാ പെങ്ങന്മാരെയാ മറ്റോ പറഞ്ഞയച്ചിട്ട് അവർ പെണ്ണിന്റെ സൗന്ദര്യവും ശരീരത്തിന്റെ മൃദുലതയും ഇവനിക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഹറാമായ നോട്ടം ഒരാളെ നോക്കുന്നുണ്ടെങ്കിൽ ഓനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് കാണാനുള്ള സുന്നത്ത് തന്നെ ഇല്ല, അവനിക്കത് മുഴുവനും ഹറാമായിട്ടാ മാറുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ സംഗതി വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. ശറയിലൊരു നിക്കാഹ്, ഒരു പെണ്ണ് കാണലെല്ലാം പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. നമ്മൾ ഇതിനെ പർവ്വതീകരിച്ച് ദിവസങ്ങളോളം നീട്ടി ഒരു കല്യാണം കഴിയുമ്പോഴത്തേക്കും അതുവരെ അധ്വാനിച്ച ചെറുപ്പക്കാരൻ പിന്നെയും കടത്തിലേക്ക് പോവാ. ഒരു പെൺകുട്ടീനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ആയുസ് മുഴുവനും ഗൾഫിൽ പണിയെടുത്തവൻ പെൺകുട്ടീനെ കെട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കടക്കാരനായി പോവാൻ. എന്തുകൊണ്ട്? ഇല്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ നമ്മൾ ഇതിൽ കൂട്ടിക്കടത്തിയപ്പോൾ അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വിജയിക്കുന്നതിന് പകരം പരാജയം സംഭവിക്കാൻ തുടങ്ങി. ഞാൻ ആലോചിക്കുന്ന പഴയകാല അയിമത്തിൻ്റെ എല്ലാം കല്യാണങ്ങൾ. ഹില്യത്തുൽ ഔലിയാഇൽ അബൂ നുഐം ഞങ്ങളൊരു കല്യാണ കഥ പറയുന്നുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത സംഭവം. സഈദ് ഇബ്നുൽ മുസയ്യബ് വലിയ മുദരിസാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മകളെ ആ കാലഘട്ടം ആ നാട്ടിലെ രാജാവിന്റെ മകനിക്ക് വരെ പിന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ അന്വേഷിച്ചതായിരുന്നു. രാജാവിന്റെ മകനിക്ക് വരെ മോളെ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? ദർസിൽ പഠിക്കുന്ന ഒരു ശിഷ്യനാ. അതെങ്ങനെയാ കെട്ടിച്ചു കൊടുത്തത്? ആ ശിഷ്യനെ കുറേ ദിവസം ദർസിൽ കണ്ടില്ല. അപ്പോൾ കുറേ ദിവസം കാണാതിരുന്നപ്പോ ഒരു ദിവസം ദർസിൽ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എന്തേ നിന്നെ കുറേ ദിവസമായല്ലോ കാണുന്നില്ലല്ലോ? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ഭാര്യയുടെ മരണാനന്തര കർമ്മങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് എനിക്ക് ദർസിൽ കൂടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചോദിച്ചു, എന്നാ ഭാര്യ മരിച്ച വിവരം ഞങ്ങളെല്ലാം അറിയിക്കണ്ടേ? ഞങ്ങളും തേസിയത്തിനൊക്കെ വരുമല്ല. ആയിക്കോട്ടെ. അങ്ങനെ ദർസെല്ലാം കൂടി കഴിഞ്ഞു. ആ ശിഷ്യൻ എഴുന്നേറ്റ് ദർസ് പിരിഞ്ഞിട്ട് വീട്ടു പോവാ. അപ്പോൾ ചോദിച്ചു, ഹലിസ്തഹ്ദസ്ത ഇംറഅതൻ, ഒരു പുതിയ പെണ്ണ് കണ്ടിട്ട് കെട്ടിയോ എന്ന് ചോദിച്ചു. നമ്മളെ നാട്ടിൽ 3:40 കഴിയുന്നതിന് മുമ്പ് പെണ്ണെട്ടിയാൽ പഴയ പെണ്ണിൻ്റെ വീട്ടുകാർ എന്നിട്ട് തല്ലാക്കും. നീ പുതിയ പെണ്ണ് കെട്ടിയോ എന്ന് ഉസ്താദാ ചോദിക്കുന്ന ശിഷ്യനോട്. അപ്പൊ ചോദിച്ചു, ഒമൻ യുസവിജ്നി വല അംലിക്കു ഇല്ലാ ദിർഹമൈനി ഔ സലാസ, ആകെ 1-2 ദിർഹം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഈ എനിക്ക് കാരന് പെണ്ണെട്ടിച്ച് തരാനാ. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് പറഞ്ഞു, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ പെണ്ണെട്ടിച്ചു തരും എന്ന് പറയലും ദർസ് പിരിച്ചു പോകുന്ന കുറച്ച് ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി, ബരി നമുക്കൊരു നിക്കാഹ് സംഘടിപ്പിക്കാനുണ്ട് എന്ന് വിളിച്ചു വരുത്തിയിട്ട് അവിടെ തന്നെ ഒരു നിക്കാഹിന്റെ സദസ് സംഘടിപ്പിച്ചു. അങ്കഹുത്തുക്ക എന്ന് പറഞ്ഞിട്ട് വെറും 2 ദിർഹമിന് പകരം സുന്ദരിയായ രാജാവിന്റെ മകൻ അന്വേഷിച്ച മകളെ ഒരു വട്ടം കല്യാണം കഴിഞ്ഞ ശിഷ്യന് കെട്ടിച്ചു കൊടുത്തു എന്ന സംഭവം മഹാനായ അബൂ നുഐം തങ്ങൾ ഹില്യയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇസ്ലാമിലൊരു നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇതിനെ കാലങ്ങളോളം അധ്വാനിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ വെക്കുകയും പിന്നെ കടത്തോട് കടമായിട്ട് വിവാഹ ജീവിതം ആസ്വദിക്കുന്നതിന് പകരം ചെറുപ്പക്കാർ മുഴുവനും ഈ കല്യാണത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി ആയുസ് കളയുന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇത് വേറെ ആരുമല്ല, നമ്മളൊക്കെ തന്നെയാണ്.
പിന്നെ എല്ലാത്തിൻ്റെയും പിന്നിൽ ലദ്ദത്തുകളാണ് മനുഷ്യന്, അല്ലേ? ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൻ്റെ മർമ്മത്തെക്കാളും അവിടെ DJ പാർട്ടി വെക്കണം, ഹറാമായ നിലക്ക് ആണും പെണ്ണും ഇടകലർന്നിട്ട് ചാടണം, തുള്ളണം, ആസ്വദിക്കണം. ഇങ്ങനെ ലദ്ദത്തുകളാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ മനുഷ്യനിക്ക് വേണ്ടത്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഈ ചെയ്യേണ്ടി വരുന്നത്. ഹറാമുകൾ നിറയുന്നത് ലദ്ദത്തുകൾക്ക് പിന്നാലെ പോകുമ്പോഴാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലദ്ദത്തുകൾക്ക് പിന്നാലെ, ആനന്ദങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഒരൊറ്റ ഒരു വാക്ക് നമ്മൾ ഓർത്താൽ മതി. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ സയ്യിദുൽ ഖാത്തിറിൽ പറയുന്നുണ്ട്, ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹൻ നാർ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഇവിടെ എന്ത് ഹറാമായ നിലക്കുള്ള ആസ്വാദനങ്ങളുടെയും ആനന്ദങ്ങളുടെയും പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് വരാനുള്ളത് നരകാഗ്നിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചോടെ DJ പാർട്ടിയാ, പക്ഷേ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ പാർട്ടി കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ പാർട്ടിൻ്റെ ഇടയിൽ ആ വീട്ടിൽ വലിയൊരു തീപിടുത്തുണ്ടായിട്ട് നിങ്ങൾ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ബുദ്ധിയുണ്ടെങ്കിൽ ആ കല്യാണം വിട്ടു പോവോ? ഇല്ലല്ല. ഇവിടെ ലദ്ദത്തുണ്ടെങ്കിലും ആനന്ദുണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ വരുന്ന തീയെ പേടിച്ചിട്ട് നമ്മൾ പോവാതിരിക്കൂലേ? അതേ ഒരു ബുദ്ധി കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതൊരു ഹറാമായ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും മിൻ ബഅദിഹൻ നാർ, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വരാനിരിക്കുന്നത് സർവശക്തനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള കഠിനമായ നരകാഗ്നിയാണ്. അപ്പോൾ ആ നരകത്തെ പേടിച്ചുകൊണ്ട് നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ട് ഹലാലായി അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി വേണം ജീവിക്കാൻ. അപ്പയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെല്ലാം അള്ളാഹു തആല കാണുന്നൊരു നല്ല നല്ല ലക്ഷ്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷത്തിൽ പോകണം, ഭാര്യമാർക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കണം. ഇതൊക്കെ ഈ റിസൾട്ടുകളൊക്കെ പുറത്തു വരണമെങ്കിൽ അള്ളാഹ് അനുവദിച്ച നിലക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം ഭംഗിയിൽ നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ.